അത്ര ഭംഗിയായി ചെയ്ത റീലുകൾ കണ്ട് വായിക്കാനെടുത്ത പുസ്തകമാണ് പ്രേമനഗരം. അവിവാഹിതനും പത്രത്തിൽ സബ് എഡിറ്ററുമായ മാധവും 17 വയസ്സുള്ള മകളുടെ അമ്മയായ നീലുവും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണിത്. നിരുപാധിക പ്രണയം എന്നാണ് നോവൽ ഈ ബന്ധത്തെ അവകാശപ്പെടുന്നത്. പക്ഷേ അവിഹിതമെന്ന് മാത്രം കമന്റുകൾ വരുന്ന ഒരു റീലായിരുന്നു അത്. അവിഹിതം ഒരു തെറ്റല്ലേ എന്ന ചോദ്യത്തിന് എന്റെ പപ്പ ഉത്തരവില്ല. പക്ഷെ രതിയും അവിഹിതവുമൊന്നും ആദ്യമായി എഴുതപ്പെടുന്ന പുസ്തകമല്ല പ്രേമനഗരം. പൗലോ കൊയ്ലോയുടെ 11 മിനിറ്റ്സും അഡൾട്ടറിയും ഒക്കെ അതിമനോഹരമായി രതിയെ, അവിഹിതത്തെ അസാധാരണമാംവിധം പൊത്തിവെക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് ആസ്വദിച്ച വ്യക്തി എന്ന നിലയിൽ അവിഹിതമല്ല, സദാചാരമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരാളെ പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മയാണ് നോവൽസ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അവിഹിതം എന്ന ലേബലിലേക്ക് അതിനെ എടുത്തു വെക്കാൻ നോവൽസ് ധൈര്യപ്പെടുന്നുള്ളതാണ്. പ്രണയം എന്ന വർണ്ണക്കടലാസിലേക്ക് അവിഹിതത്തെ പൊതിഞ്ഞു വെക്കാനുള്ള നോവലിസ്റ്റിന്റെ പാഴ്ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. ജനബുദ്ധിയാൽ തോഴി ഞാൻ കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമെന്ന് പറഞ്ഞില്ലേ നീ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ കോറിയിട്ടത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രണയത്തെയാണ്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം വിവാഹിതയായ ഒരു സ്ത്രീ അയൽക്കാരില്ലാത്തപ്പോ, വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് 4 ദിവസം തന്റെ കാമുകനെ വീട്ടിൽ വിളിച്ചു കയറ്റി നഗ്നയായി താമസിക്കുന്നതിന് എന്ത് പുരോഗതിയെന്നാണ് നോവലിസ്റ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാഹിതയായ സ്ത്രീക്ക് മറ്റൊരാളെ പ്രണയിക്കാനും അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് നോവൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ അത്തരത്തിൽ തന്നെ പ്രസ്താവിക്കാനും അതിന് കഴിയണം. അതിന് പ്രണയത്തെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ നോവലിൽ എവിടെയും ഞാൻ പ്രണയം കണ്ടില്ല. നീലു വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല മാധവ് നീലുവിനെ പ്രണയിക്കുന്നത്. നീലുവിന് പറയത്തക്ക സാമ്പത്തിക ബുദ്ധിമുട്ടോ ജീവിത പ്രശ്നങ്ങളോ ഇല്ല. അവളുടെ ഏക പ്രശ്നം ഭർത്താവ് മാസത്തിൽ 3 ദിവസം മാത്രം വീട്ടിൽ വരുന്നു എന്നതും അദ്ദേഹം എപ്പോഴും ജോലി തിരക്കിലും ഫോൺ കോളുകളിലുമായിരിക്കുമെന്നതുമാണ്. 17 വയസ്സുള്ള പെൺകുട്ടി തന്നോട് ദേഷ്യപ്പെടുകയും സ്നേഹത്തോട് പെരുമാറുന്നുമില്ല എന്ന അമ്മയുടെ പരിഭവമാണ്. ഇതൊക്കെയാണ് നീലുവിന് മാധവിനോട് പറയാനുള്ളത്. നീലുവിന് മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ അതിലെവിടെയാണ് പ്രണയമെന്ന, അല്ലെങ്കിൽ നിരുപാധിക പ്രണയമാണ് അത് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് പ്രശ്നം. ഒരിക്കലും അവിഹിതത്തെ നിരുപാധിക പ്രണയം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. നീലുവിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് യാതൊന്നും നോവലിസ്റ്റ് പരാമർശിക്കുന്നില്ല. അവിഹിതം ആഘോഷിക്കപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ചതിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച്, അയാളുടെ മനോവിധകളെ കുറിച്ച്, അയാൾ ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് യാതൊന്നും നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നില്ല. തുടക്കത്തിൽ വല്ലാതെ എഴുതി നിൽക്കുകയും നടുവിൽ ഫോർപ്ലേ മാത്രം വിശദീകരിക്കപ്പെടുകയും ചെയ്ത ഒരു നോവലാണിതെങ്കിലും അവസാന ഭാഗത്തിൽ കഥാപാത്രങ്ങളുടെ മനോവികാരം വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ നോവൽസിന് കഴിയുന്നു. അവിടെയാണ് കുറച്ചെങ്കിലും ഈ നോവൽ വളരെ നല്ലൊരു എഴുത്തുകാരനെ നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഭാഗങ്ങളിലാണ് ഇതൊരു പ്രണയമാണ് എന്ന് വരുത്തി തീർക്കാൻ നോവൽസ് ശ്രമിക്കുന്നതും. പക്ഷെ അതൊരു പാഴ്ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒടുവിൽ നീലുവിനും മാധവനും എന്ത് സംഭവിക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. എന്തെന്നാൽ ഒരു നോവൽ എഴുതി തീർക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് ഇനി ഇത് വായിച്ച് ആസ്വദിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പോയിലറായിരിക്കും. എഴുതി തീർത്ത ശേഷം ഓരോ സൃഷ്ടിയും വായനക്കാരൻ്റെതാണ്. അഭിപ്രായം പറയാൻ ഓരോ വായനക്കാരനും സ്വാതന്ത്ര്യമുണ്ട്. ആസ്വാദനം ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. എത്രയൊക്കെ പറഞ്ഞാലും നോവൽസിലെ കവിയെ ഞാൻ വല്ലാതെ ആരാധിക്കുന്നു. ഇടയ്ക്കൊക്കെ നീലുവിന് വേണ്ടി കോറിയിട്ട കവിതാശകലങ്ങൾ അതിമനോഹരമാണ്, പറയാതെ വയ്യ. ഒന്നുകൂടി പറയാനുണ്ട്. ഫെമിനിസം ശബരിമല വിഷയത്തെ മാത്രം ആസ്പദമാക്കി ഇടയ്ക്കൊന്ന് കോറിയിട്ട് പോകുന്നതല്ലാതെ നീലുവിന്റെ ബന്ധത്തിലേക്ക് ഒന്നും ഫെമിനിസത്തെ വലിച്ചിടയ്ക്കാതിരുന്നതിന് എനിക്ക് നോവൽസിനോട് അതിയായ നന്ദിയുണ്ട്.